സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിലെ ധാരണ ലംഘിച്ചതിനു പിന്നാലെ വിപിൻ കുമാറുമായുള്ള പ്രശ്നത്തിൽ ഉണ്ണി മുകുന്ദന്റെ പിന്തുണയുമായി താരസംഘടനയായ അമ്മ. കൂടെ നടന്ന കുതികാൽ വെട്ടിയവനോട് മാപ്പ് പറയേണ്ട ആവശ്യം ഉണ്ണി മുകുന്ദനോ സംഘടനയ്ക്കോ ഇല്ലെന്നാണ് അമ്മയുടെ പ്രതികരണം. അമ്മയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമങ്ങളിലെ വിശദീകരണം ഇതാണ് വിഷയത്തിൽ സംഘടനയുടെ നിലപാടെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും അമ്മ വ്യക്തമാക്കി. ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്നാരോപിച്ച് മുൻ മാനേജരായ വിപിൻ കുമാർ പോലീസിനെ സമീപിച്ചതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിലെ പ്രശ്നങ്ങൾ പരസ്യമായത്. തുടർന്ന് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവരും രംഗത്തെത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താരസംഘടനയായ അമ്മയുടെയും സിനിമാ തൊഴിലാളി സംഘടനയായ ഫെഫ്കയുടെയും നേതൃത്വത്തിൽ സമവായ ചർച്ച നടന്നിരുന്നു. അമ്മയുടെ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായതായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. പിന്നാലെ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ ചർച്ചയിൽ ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞുവെന്ന് വിപിൻ കുമാർ അവകാശപ്പെട്ടിരുന്നു. അമ്മയുടെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെ വിപിൻ കുമാറിനെ തള്ളി ഫെഫ്കയും രംഗത്തെത്തി. വിപിനെതിരെ അച്ചടക്ക നടപടിയുണ്ടാകുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞുവെന്ന വിപിൻ കുമാറിന്റെ അവകാശവാദം ശരിയല്ലെന്ന് ഫെഫ്ക വ്യക്തമാക്കി. തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ നൽകിയത് അച്ചടക്ക ലംഘനവും ചർച്ചയിലെ ധാരണകൾക്ക് വിപരീതവുമാണ്. വിപിൻ ധാരണ ലംഘിച്ച സാഹചര്യത്തിൽ സംഘടനാപരമായി യാതൊരു സഹകരണവും ഉണ്ടാവില്ലെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. അതേസമയം നടൻ ഉണ്ണി മുകുന്ദൻ തന്നോട് നിരുപാധികം മാപ്പ് പറഞ്ഞെന്നായിരുന്നു വിപിൻ കുമാർ പറഞ്ഞത്. ഉണ്ണി മുകുന്ദൻ ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് ഫെഫ്കയ്ക്കും താരസംഘടനയായ അമ്മയ്ക്കും മനസ്സിലായി. നടന്റെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞെന്നും വിപിൻ അവകാശപ്പെട്ടിരുന്നു. ഒരു മാധ്യമത്തോടായിരുന്നു വിപിന്റെ പ്രതികരണം. ഉണ്ണി മുകുന്ദൻ വാർത്താ സമ്മേളനത്തിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഉന്നയിച്ച വാദങ്ങൾ അടപടലം പൊളിഞ്ഞു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞതും അറിയിച്ചതും. അനുരഞ്ജന ചർച്ചയിൽ സത്യം പുറത്തായി. താൻ മാനേജറല്ല ആരോപണം തെറ്റാണെന്ന് തെളിയിച്ചു. ഉണ്ണി മുകുന്ദന്റെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ചർച്ചയിലെ മാപ്പ് പറച്ചിൽ ഞാൻ അംഗീകരിച്ചിരുന്നു. നിയമ നടപടികൾ അതിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു വിപിൻ കുമാർ വ്യക്തമാക്കിയത്. ചർച്ചയിലെ മാപ്പ് പറച്ചിൽ ഞാൻ അംഗീകരിച്ചിരുന്നു. നിയമ നടപടികൾ അതിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു വിപിൻ കുമാർ മുൻപ് പറഞ്ഞത്. അതിനുശേഷമാണ് അനുരഞ്ജന യോഗത്തിൽ ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും നടൻ തെറ്റുകാരനാണെന്ന നിഗമനത്തിൽ എത്തിയില്ലെന്നും അമ്മ പ്രതിനിധി ജയൻ ചേർത്തല പറഞ്ഞത്. ഉണ്ണി മുകുന്ദൻ മാന്യത കൊണ്ട് പിന്നീടൊന്നും പ്രതികരിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് ശേഷവും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വിപിനാണെന്നും ജയൻ ചേർത്തല വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ പേരും ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തായിരുന്നു. വിപിൻ കുമാറിനെതിരെ വിമർശനവുമായി ബിഗ് ബോസ് താരം കൂടിയായ സായി കൃഷ്ണയും രംഗത്ത് വന്നിരുന്നു. PR എന്ന പേരിൽ ബന്ധപരവും രാഷ്ട്രീയപരമായ ഭിന്നതയുണ്ടാക്കുക മാത്രമാണ് വിപിൻ കുമാർ ചെയ്യുന്നതെന്നും ഉണ്ണി മുകുന്ദന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ട് ഒപ്പം അഭിനയിക്കുന്ന നടിമാരുടെ പേരിൽ ഗോസിപ്പ് ഉണ്ടാക്കുക എന്ന ചീപ്പ് PR വർക്കാണ് വിപിൻ കുമാർ ചെയ്യുന്നതെന്നും സായി കൃഷ്ണ പറഞ്ഞിരുന്നു. ഇനിയെങ്കിലും ഉണ്ണി മുകുന്ദൻ ഫാൻസ് വിപിൻ കുമാർ പറയുന്നത് വിശ്വസിക്കരുതെന്നും താരത്തിന്റെ ഇമേജിൽ പറ്റിപ്പിടിച്ചു വളർന്ന ഒരു ഇത്തിൽ കണ്ണിയാണ് വിപിൻ കുമാർ എന്നും സായി കൃഷ്ണ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കി. ഉണ്ണി മുകുന്ദനെതിരെ നടന്റെ പ്രൊഫഷണൽ മാനേജറായ വിപിൻ കുമാറിന്റെ പരാതി വന്നിട്ടുണ്ട്. പ്രൊഫഷണൽ മാനേജർ എന്ന് പറയുമ്പോൾ സാലറി കൊടുത്തുകൊണ്ട് നടക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം. ഈ വിപിൻ കുമാർ എന്ന വ്യക്തി ആളത്ര വെടിപ്പല്ല എന്നുള്ളത് കൃത്യമായി എനിക്കറിയാം. എനിക്കെതിരെ ഈ വിപിൻ കുമാർ ചെയ്ത PR സ്റ്റണ്ട് അടക്കമുള്ള പരിപാടികൾ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തതാണ്. അതിൽ നിന്നും എന്റെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞവൻ ലോക മാനിപ്പുലേറ്റർ ആണ്. ഒരു കാര്യം വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നത് PR വർക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. അതിവനുണ്ട്. ഉണ്ണി മുകുന്ദനെതിരെ കൊടുത്തിട്ടുള്ള കേസിൽ നരിപേട്ടയും അത് പിന്നെ ടൊവിനോയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. ഈ പ്രൊഫഷനകത്തുള്ള ആളുകൾക്ക് തമ്മിൽ ചെറിയ ഈഗോ ക്ലാഷുകൾ കാണുമായിരിക്കും. പക്ഷെ വിപിൻ കുമാർ എന്ന ആൾ ഈ പ്രശ്നം ഈ രീതിയിൽ കുഴച്ചു മറിക്കാൻ കാരണം ഇവന് പല കാര്യങ്ങളും മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. കുറെ കാലമായി ഉണ്ണി മുകുന്ദന്റെ കൂടെ ഇത്തിൽക്കണ്ണി പോലെ കൂടി നടന്ന് ഉണ്ണി മുകുന്ദന്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഉണ്ണി മുകുന്ദൻ ഇന്നിരിക്കേണ്ട ഒരു അവസ്ഥയിലെത്താനുള്ള ഒരു പ്രധാന കാരണം ഈ ഇത്തിൽക്കണ്ണിയാണ്. ഉണ്ണി മുകുന്ദനും സീക്രട്ട് ഏജന്റും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. കാരണം എന്നെ വിളിച്ചെന്റെ മാതാപിതാക്കളെ ചീത്ത പറഞ്ഞ ഒരാളെ എനിക്ക് അംഗീകരിക്കാൻ പാടാണ്. പക്ഷെ ഉണ്ണി മുകുന്ദന്റെ വിഷയങ്ങൾ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുന്നു, ഈ വിപിൻ കുമാറിനെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇവൻ കള്ളന് കഞ്ഞി വെച്ചവനാണ്. മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് ഒബ്സ്ക്യൂറ മീഡിയയിലുള്ള റിൻസി കൃത്യമായി ഈ വിപിന്റെ മുഖം മൂടി വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. അവർ ചെയ്ത PR വർക്ക് ഇവന്റെ ക്രെഡിറ്റിലേക്ക് അടിച്ചുമാറ്റി പല ഇന്റർവ്യൂകളിലും പല സ്ഥലങ്ങളിലും പല അവാർഡുകളും മേടിച്ച് ഇവൻ നടത്തിയ ഒരു തരം കോമഡി സെൽഫ് PR ഗിമിക് ഉണ്ട്. അതാണ് ഞാൻ പൊളിച്ചു കളഞ്ഞത്. റിൻസി തന്നെ അതിൽ നല്ല രീതിയിൽ വിവരങ്ങൾ തന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ഉണ്ണി മുകുന്ദൻ ഫാൻസ് ദയവ് ചെയ്ത് ഈ ടോക്സിക്കിനെ തിരിച്ചറിയണം. ഇവനാണ് ഈ ഉണ്ണി മുകുന്ദൻ ഇത്രകാലം സമാജം സ്റ്റാർ മതത്തിന്റെയും പാർട്ടിയുടെ പേരിലുള്ള ചീത്തപ്പേരും സംഘിപ്പേരുമൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഏത് സിനിമയിൽ അഭിനയിച്ചാലും ആ സിനിമയിലെ നടിയുമായി ഒരു ബന്ധമുണ്ടാക്കുക എന്നുള്ള സാധനം, ഇല്ലെങ്കിൽ ഉണ്ണിയുടെ കല്യാണത്തിന്റെ വിഷയം, ഇതൊക്കെ ഇവൻ ഉണ്ടാക്കുന്നതാണ്. ഇവൻ ഈ മൂന്നാംകിട PR മാത്രമേ അറിയൂ. അതാണ് ഇവൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത്. ആ മൂന്നാംകിട PRing ആണ് ഇവൻ എന്റെ ജീവിതത്തിൽ
മുന്നിലേക്കും കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇവനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അന്നേ ഞാൻ വീഡിയോയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മതം, വെറുപ്പ് ഇവയൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം കൃത്യമായിട്ട് ഇവൻ അറിയാം. ഈ വിപിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുൻപ് ചെയ്ത മാർക്കറ്റിംഗ് ഏതൊക്കെയാണെന്നോ നിങ്ങൾ എടുത്തു നോക്കിക്കോ. അതിൽ കൃത്യമായിട്ട് ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടൻ ഇതിനു മുൻപ് ചെയ്ത സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വന്നിട്ടുള്ളത് മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലുമാണ്. അയാൾ ചെയ്ത വർക്കിനെ പോലും നോക്കാതെ അയാളുടെ മതം, രാഷ്ട്രീയം, അയാളുടെ വ്യക്തി ജീവിതം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മാർക്കറ്റിംഗ് ഇയാൾക്ക് നെഗറ്റീവാണ് അടിച്ചു കൊടുത്തത്. അത് ഇവിടുത്തെ ഉണ്ണി മുകുന്ദൻ ഫാൻസിനെ വളരെ വ്യക്തമായി അറിയാം. ഈ പേഴ്സണൽ PR ചെയ്യുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് അവർ വെറുക്കുന്നുണ്ട്. മാർക്കോ ഇറങ്ങിയ സമയത്ത് ഒബ്സ്ക്യൂറ മീഡിയയുടെയും റിൻസിയുടെയും PRിങ്ങിലാണ് ഈ വ്യക്തിക്ക് ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് തന്നെ കയറുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇയാളുടെ പഴയ കാര്യങ്ങളൊക്കെ ആളുകൾ എടുത്തു വെച്ച് നോക്കാൻ തുടങ്ങി. ഫാൻസ് ചോദിച്ചതിന്റെയും പറഞ്ഞതിന്റെയും ഒക്കെ തെളിവുകളും സ്ക്രീൻഷോട്ടും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആ സിനിമയ്ക്ക് ശേഷം ഈ നടന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് വല്ല ധാരണയും ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇതൊന്നും കാണിക്കില്ലായിരുന്നു. ഒരു പടം ഹിറ്റാക്കാൻ ഒരു നടന് ഒരു വർഗീയ ചായ്വോ അല്ലെങ്കിൽ മതപരമായ ചായ്വോ ഇട്ടുകൊടുത്ത് അയാളുടെ സിനിമാ കരിയർ തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് മാർക്കോ വരുന്നതും മാർക്കോയുടെ പ്രൊമോഷൻ PR ലെവൽസ് വേറെ വഴിക്ക് പോകുന്നതും അതിൽ നിന്നും ഭയങ്കര വലിയ അംഗീകാരം ഈ നടന് കിട്ടുന്നതും. ഇവിടെ ആ നടനെ സ്റ്റാമ്പ് ചെയ്തു വെച്ച എല്ലാ ബോക്സിൽ നിന്നും അയാൾ പൊട്ടിച്ചു പുറത്തു വന്ന സൂപ്പർ സ്റ്റാർ ആയി അയാൾ മാറുകയാണ്. അതിനൊരു കൃത്യമായ PR മെത്തേഡ്, വളരെ കൃത്യമായി ആരെയും ഒരു തരത്തിലുള്ള വെറുപ്പോ വ്യക്തികളുമായോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാത്ത രീതിയിലുള്ള PR ആണ് ഒബ്സ്ക്യൂറയും റിൻസിയും നടത്തിയത്. പക്ഷെ അവിടെയും ട്രോൾ ഹാൻഡിൽ ചെയ്ത് ഈ വ്യക്തി കാണിച്ചത് വളരെ മോശമായ കാര്യമാണ്. സായി കൃഷ്ണയുടെ വാക്കുകൾ ഇതായിരുന്നു. നേരത്തെ മാളികപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ട സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനൽ അവതാരകൻ കൂടിയായ സായി കൃഷ്ണയും ഉണ്ണി മുകുന്ദനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു.